ചെകുത്താനെ ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസ്ജെൻഡർ കൊടുത്ത കേസ് കണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് ആറാട്ടനടക്കം അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു, ആറാട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ? എനിക്ക് നോക്കി വരലെന്നാന്ന് തോന്നുന്നു. ആറാട്ടണ്ണൻ ഇങ്ങനെയെന്നല്ല, ഒരു തരത്തിലും വേറൊരാളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആളല്ല. അയാൾ ഈ പെണ്ണുങ്ങളെയൊക്കെ, അതും സിനിമാ നടികളും നടന്മാരും ഒരുപോലെ കാണുമ്പോൾ നടികളുടെ അടുത്ത് ക്രഷുണ്ടെന്ന് പറയുക, അല്ല അവരുടെ അടുത്ത് നിന്ന് മിണ്ടുക, ചിന്ന ഫോൺ നമ്പറൊക്കെ കിട്ടുക, വലിയ സംഭവമായിട്ട് വിളിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പീഡിപ്പിക്കുന്ന പോയിട്ട് അടി കൊണ്ട തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കളിയാക്കിയ തിരിച്ച് കളിയാക്കാൻ അറിയത്തില്ല. പിന്നെ തീപ്പെട്ടി പോലും മര്യാദയ്ക്ക് ഒരയ്ക്കാൻ ഇമാർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. കത്തിക്കാൻ കിടന്ന് പാടുപെട്ട് നമ്മൾ കണ്ടതാ. ഒരു തേങ്ങ ഉടച്ചത് കണ്ടാണ്. തേങ്ങ ലാസ്റ്റ് അവിടെ എങ്ങനെ നിന്ന് ആരാണ്ട് കണ്ടിട്ട് വന്ന് എറിഞ്ഞു പൊട്ടിച്ച്. ആ ടീമായത്. അയ്യോ, ഇതുപോലെ പാവങ്ങള്. പെരേരൊക്കെ വെറും പാവാ. അവന്റെ ഈ വീഡിയോക്കകത്ത് വന്ന് നിന്ന് അവനിങ്ങനെയൊക്കെ കാണിക്കുമ്പോ എല്ലാവർക്കും എന്തോ അഹങ്കാരിയാന്നൊക്കെ വിചാരിക്കും. അവർ പറഞ്ഞ കേട്ടില്ലേ, പീഡിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് വല്ല മോഡൽ പോലത്തെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം പീഡിപ്പിക്കാൻ പാടില്ലേ? എന്തിനാണ് ഞങ്ങൾ അയാളെ പോലും പീഡിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചത്. അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ സിനിമാ ലോകത്തൊന്നും ആരും പറയാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അമ്മയോടൊക്കെ സഹതാപം തോന്നുന്നത്. അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതിനകത്തുള്ള രസം ഈ പാവം പിടിച്ചവന്മാർ, അതിനകത്ത് ആറാട്ടൻ തന്നെ പടം വെച്ച് വാർത്ത വരുന്ന കാണുമ്പോഴാണ് അയാൾ ഒരു നിരുപദ്രവകാരിയായ ഒരു മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആറാട്ടനെ പീഡിപ്പിച്ചൊന്നും ഒന്നുമില്ല, അവര് പറഞ്ഞിട്ടില്ല അങ്ങനെ. അവര് പറയുന്ന ആറാട്ടൻ എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ അന്ന് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഇയാളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞും പലരെയും ആറാട്ടന്റെ പേരിൽ ചെന്ന് തെറി വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ കുറെ പിള്ളേരത് ആ വീഡിയോ ആറാട്ടന്റെ ഇതിലുണ്ട്, പേജിൽ ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അതെല്ലാം അവര് തെറ്റിദ്ധരിച്ചേക്കുവാ ഈ പാവത്തിനെ. ഇയാളെ നേരിട്ടെങ്ങാനും പരിചയമുള്ള ഒരാളാന്ന് അവരെങ്കിലും ഉണ്ടല്ലോ പരാതി കൊടുത്ത ആള്. ഇയാളെ പറ്റി പറയത്തില്ലത്. അവര് തെറ്റിദ്ധരിച്ചേക്കുവാ. എന്നുവെച്ചാൽ ഇവര് വലിയ സംഘമാണ് ഏണ്ടൊക്കെ ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ആയിപ്പോയി. ആറാട്ടന് ഡയറക്ട്ലി ഇതിനകത്ത് ഒരിടത്തും ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? അത് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നില്ല. പരാതിക്കകത്തുനിന്ന് അവര് അങ്ങനെ ആറാട്ടനെ ടാർഗറ്റ് ചെയ്ത് ഈ വിക്ടിം എന്ന് പറഞ്ഞ ആളൊന്നും പറഞ്ഞിട്ടില്ല. അത്രയൊന്നും ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. മനസ്സിലായോ? പക്ഷേ മീഡിയയിലൊക്കെ വരുന്നതും വാർത്തകൾ അടിച്ചുവിടുന്നതിനകത്തൊക്കെ ആറാട്ടണ്ണന്റെ പടം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് അവര് തന്നെ ഒന്ന് തിരുത്തു പറഞ്ഞത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം അവരത്ര ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ മെയിൻ കക്ഷികൾ 1, 2, 3 എന്ന് പറഞ്ഞവരുടെ ഒന്നും പടം വെച്ചല്ല ഈ വാർത്ത വരുന്നത്. അവിടെയാണ് തെറ്റിയിരിക്കുന്നത്. അവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ അമേധ്യമ പ്രവർത്തനം. ശരിയാണ്. നമ്മളെ ആ മറ്റേടത്ത് നിർത്തി ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് പോലത്തെ കലാപരിപാടി. അമേധ്യമ പ്രവർത്തനം അല്ലേ? മാധ്യമ അധർമ്മം, അതൊക്കെയാണ് നടക്കുന്നത്. അവരുടെ വീഡിയോക്കകത്ത് അവര് പറയുന്നത് 4ാം സ്ഥാനത്തെങ്ങാണ്ട് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അല്ലാതെ പേര് പറയുന്നുണ്ടെങ്കിലും കെട്ടിയിട്ടെടുത്തോ ഒന്നും അങ്ങനെയുള്ള ഒരു പ്രസൻസ് ഒന്നും കേൾക്കുന്നില്ല. അങ്ങനൊന്നും പറയത്തൂല്ലേ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. അതിനെപ്പറ്റി നമ്മൾ എങ്ങനെ പറയത്തില്ല. ആറാട്ടനെ കണ്ടിട്ടില്ലെന്ന് പോലും, ഞാൻ ഒരാളെ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പാവം, കഷ്ടമുണ്ട്. അയാളാണ് പേടിച്ചു കൂറിയ. ആരും സെൽഫി എടുക്കാൻ ലുലുമോളി വന്നാൽ തന്നെ പേടിയാ. ഇങ്ങനെ നോക്കും അവര്, തല്ലാൻ വന്നാണോ എന്ന് നോക്കുന്നൊരു പാവം മനുഷ്യൻ. അയാളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പെടുത്തുന്ന ആവശ്യമില്ല. അയാൾക്ക് അങ്ങനെ ഒരു നോട്ടം പോലും ഇല്ല ആൾക്കാരെ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കാൻ വായ നോക്കി നിൽക്കത്തില്ല. ആ നോട്ടം ഒന്നും ആൾ നോക്കുന്നില്ല. എനിക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ ലുലുമോളിൽ ഇരിക്കുമ്പോൾ നമ്മള് നോക്കും, അവിടെ ഇവിടെയൊക്കെ നോക്കി എന്തെങ്കിലും കമന്റ് വരെ പറയും. എല്ലാരും പറയാറുണ്ട്, പക്ഷെ അയാൾ പറയാറില്ല. എന്നാൽ നമ്മളൊന്നും ചെയ്യാത്തൊരു പരിപാടി പുള്ളി ചെയ്യും. നടികളുടെ ഇടയിൽ പോയി നിൽക്കും, കൈ കൊടുക്കും. പക്ഷെ അതെന്തിനാ മനസ്സിലായിട്ടില്ല. നടി വേറെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കണ്ട പുള്ളി ഒരു കോളെ കുടിച്ച് മാറിക്ക അവരൊന്ന് ചാടി ചെന്ന് എന്തെങ്കിലും പറയാം. കൈ കൊടുത്തിട്ട് ഞാൻ ആറാട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊള്ളാം, നന്നായിട്ട് അഭിനയിച്ചു, നല്ലതേ പറയാറുള്ളൂ. എല്ലാം എടുത്തിട്ട് വായി നോക്കുന്ന പോലെ അതുപോലെ ആക്കി. പിന്നെ പോരാതെ ഒരു കാര്യമുണ്ട്, വൈകുന്നേരം ആകുമ്പോ പുള്ളിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അത് സൈഡ് എഫക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഉണ്ടാവൂടാ, അതിനകത്ത് എന്ത് സംശയം. അയാളുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാകരുത്. അബ്നോർമാലിറ്റി എന്ന് പറയുന്ന സംഭവം കാണുമ്പോൾ അത് അബ്നോർമൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു അബ്നോർമൽ ബിഹേവിയർ ആണ്. മറ്റേത് നോർമൽ, ബാക്കിയുള്ളതൊക്കെ ഓക്കെ.
ഈ സിനിമയുടെ പുറകെ നടക്കുന്നതിനകത്ത് ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. ജീവിതമായ സിനിമ എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ അത് ഇച്ചിരി കൂടി എന്താ പറയാ, അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടുന്ന ചില സമയങ്ങളായിരിക്കും. അല്ലാത്തപ്പോ ഒക്കെ നോർമൽ അയാള്, പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, കള്ളമൊന്നും പറയത്തില്ല, ആരെ പറ്റി അപവാദം പോലും പറയുന്നത് ഞാൻ കേട്ടില്ല. പിന്നെ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാരും പറയുന്നത് നല്ല മനുഷ്യനാണല്ലോ, പാവമാണല്ലോ, ഇയാളെ എന്തിനാ ഇങ്ങനെ എല്ലാവരും ആക്കുന്നത്. പിന്നെ പോരാത്തിന് ആൾക്ക് നല്ല പഠിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു രീതി ജീവിച്ചൊരു മനുഷ്യനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇയാൾ ചെറുപ്പം മുതലേ ഒരു അലമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും പുള്ളിക്കില്ല. അക്കാഡമിക്കലി നോളജിന്റെ കാര്യം എനിക്ക് അത് വിട്. അക്കാഡമിക്കലി പുള്ളി ഭയങ്കര ഒരുപാട് എന്താ പറയണ്ട, PhD എടുക്കുന്നുണ്ട്. പക്ഷെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഗേറ്റ് IIT അഡ്മിഷൻ വരെ കിട്ടിയെന്നാ പറയുന്നത്. പക്ഷെ രാജഗിരി എന്ന് പറഞ്ഞൊരു കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ തന്നെ പാടാ. പിന്നെ അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായെന്നൊക്കെ പറഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് വെച്ചപ്പോ എല്ലാം കാണിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയെ നമ്മളിപ്പോ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലേ കയ്യില്. എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയത്തില്ല, ഞാൻ ആദ്യം പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു രീതി നോക്കിയാൽ അക്കാഡമിക്കലി പുള്ളി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ പുറകെയുള്ള പോക്ക്. അല്ല പിന്നെ സിനിമയിൽ PhD എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നടന്നേനെ. ഫിലോസഫിയിലൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. പിന്നെ കാര്യം അറിയാവുന്ന ആൾക്കാർ, പുള്ളിയുടെ സബ്ജക്റ്റ് അറിയാവുന്ന ആളുകളോട് പുള്ളി സംസാരിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ആസ്ട്രോയ്ക്കകത്ത് സൈക്കോളജിസ്റ്റിന് ഈസിയായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഞാൻ നടത്തിയാണ്. അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേറെ പലയിടത്തും പുള്ളി ഇന്റലക്ച്വലാന്ന് പറഞ്ഞ് വന്നിരുന്നിടത്തൊന്നും ഇത്രയും കൊണ്ട് കണ്ടിന്യൂറ്റിയും അല്ലെങ്കിൽ ഭയങ്കര ബ്രേക്കൊക്കെയാണ് സംസാരിക്കുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് ആ പുള്ളിക്കാരിക്കാണേലും ഫിസിക്സ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. അവര് അതുകൊണ്ടാണ് പുള്ളിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നത്, മനസ്സിലായോ? അതിനകത്ത് ശരിക്കും ഇവർ രണ്ടുപേരും ഇരുന്നപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ സൈക്കോളജിസ്റ്റ് ആണല്ലോ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ആറാട്ടനോട് അവർക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്, മനസ്സിലായി. ആറാട്ടൻ ഇവരൊക്കെ വിളിക്കും, എന്തെങ്കിലും ഡൗട്ടൊന്നല്ല, പുള്ളിക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം തോന്നിയാലും വിളിക്കും. അപ്പൊ ഇവരൊക്കെ അഡ്വൈസ് ചെയ്യും പുള്ളിയെ. വേറെ ഉണ്ട് സൈക്കാട്രിസ്റ്റ് ആയിട്ടും അല്ല സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയാണ്. ആറാട്ടൻ അറിയാം ഇവരെയൊക്കെ. അവരോടെല്ലാം നല്ലപോലെ ഇടപെടും. ക്യാൻ ഐ കോളെന്ന് ചോദിച്ചിട്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് വിളിക്കത്തുള്ളൂ. എന്നിട്ട് പെട്ടെന്നാണേലും പുള്ളി കട്ട് ചെയ്താലും വിരോധമൊന്നുമില്ല. അതൊക്കെ അവരൊക്കെ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ തന്നെ വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആറാട്ടനെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നതാ, മനസ്സിലായി. നമ്മളൊരു സർക്കിളുള്ള ആളായതുകൊണ്ട് എനിക്കും പരിചയമുള്ള രണ്ടുപേരെ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് നല്ലൊരു ഇന്റർവ്യൂ കണ്ടു. പക്ഷെ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരിക്കലും പെടേണ്ട ആളല്ല. അത് ഭയങ്കര ഒരു ദ്രോഹമാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മറ്റേ സാധനം വരും. ഇപ്പൊ ഏതാ ചാത്തൻ വരും. തിരിച്ചടി ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതല്ല. അതുകൊണ്ട് സൂയിസൈഡ് ടെൻഡൻസി മാത്രമല്ല, അതിനൊരു എന്തെങ്കിലും ഒരു സൈക്കാട്രിക് റിലേറ്റഡ് ഒരു ഇഷ്യൂസ് ഉണ്ടാവും, ഉറപ്പാ. പുള്ളി പോസ്റ്റ് ഇടാറുണ്ട്, ഇനി മുതൽ ആറാട്ടനില്ല. എന്റെ ഇതേ ഫ്രണ്ട്സിനൊക്കെ യാത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഇത് തന്നെ പോലെ പേടിപ്പിക്കുക ആൾക്കാര്. എന്നുവെച്ചാൽ അയാൾക്ക് തോന്നുക, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങൾ വിചാരിക്കുന്നതല്ല. അയാൾ അത്രേ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. നേരിട്ടറിയാവുന്ന ഒരു മനുഷ്യൻ കംപ്ലൈന്റ് പറയത്തില്ല. അവർക്ക് അറിയത്തില്ല ഇയാളെ, അതുകൊണ്ട് പറ്റിയതാണ്. അല്ല അയാൾ ഉറപ്പായിട്ടും അങ്ങനെ പറയത്തില്ലായിരുന്നു. എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അയാൾ പിന്നെ എന്തൊക്കെ പറഞ്ഞു, എന്താ ഈ മോഹൻലാലിന്റെ ഇഷ്യൂ വന്നപ്പോ പോലും ചേട്ടാ പറഞ്ഞാൽ ശരിയായില്ല, എന്താ മോഹൻലാലിനെ എപ്പോഴും പറയാം എന്ന് പറഞ്ഞ ആളൊക്കെ തന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് ചിലപ്പോ തിരിച്ചു പറയും, മനസ്സിലായോ? അത് അയാൾ അത്രേ ഉള്ളൂ, അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അത് ദുഷ്ട മനസ്സൊന്നുമില്ല. ഒരു അപ്പൊ തോന്നും അപ്പൊ പറഞ്ഞങ്ങ് വിടുവാ. അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നിരിക്കുമെന്ന് കൂടെ വന്നിരുന്ന് കളയും. വൈകിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് വരുമ്പേ ഒരു ദിവസം എന്റെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് നീങ്ങി നടന്നു കഴിഞ്ഞിട്ട് എഴുതി വെച്ചു പലതും. ഞാൻ നോക്കുമ്പോ വൈകുന്നേരം ആയപ്പോ പോസ്റ്റ് എന്ത് പറ്റി, ഇത് കൊള്ളാലോ എന്റെ കൂടെ ഉണ്ടാവായിട്ട്, മനസ്സിലായോ? അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്തോ മാറ്റി പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രശ്നം തന്നെയാ, അതൊരു ക്വാളിറ്റി ഒന്നും അല്ല അത്. പക്ഷെ ഇയാളെ സംബന്ധിച്ച് നമുക്ക് ആളെ അറിയാവുന്നത് കൊണ്ട് വിരോധമൊന്നും തോന്നിയിട്ടില്ല. എന്നെ കൂടെ വിചാരിക്കും ചിലപ്പോ കുറെയൊക്കെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ ഇയാളെ കൊണ്ട്, ശരിക്കും ഡയറക്ട്ലി അല്ലേ.
നമ്മുടെ കേസൊക്കെ നടക്കുമ്പോൾ തിരിച്ചും മറിച്ചും പറഞ്ഞതും അലമ്പായതും ഒക്കെ പാവം ഈ ഇത് പെട്ടുപോയത് കൊണ്ട് പറ്റിയത്. പ്രശ്നമാണ്. അത് കൂടാതെ പിന്നെ ഉണ്ടായിട്ടുണ്ട് വേറെ ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, അന്നും നമുക്ക് ഇയാളുടെ യാതൊരു പ്രോബ്ലം എനിക്ക് വിരോധം തോന്നിയിട്ടേ ഇല്ല. അവിടെ പോയി പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരും. നമ്മൾ അതുപോലെ തന്നെ കമ്പനി അയാളെ പിന്നെ കൊണ്ടുപോയിട്ട് അടിച്ചതാരാ, ആളെ തന്നെ റൂമിലിട്ട് അടിച്ചത് 2 പ്രാവശ്യം അടിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ന്യൂ ഇയറിന്റെ അന്ന് എന്നോട് പറഞ്ഞു ഇയാൾ വിളിക്കുന്നു, വാല വിളിക്കുന്നു, ഞാൻ പോണോ, ന്യൂ ഇയർ വിളിക്കുന്നു. ഞാൻ അവന് പോകരുത്, വെറുതെ എന്തിനാ അങ്ങോട്ട് ചെന്ന് കയറുന്നതെന്ന് ചോദിച്ചിട്ടും വിശ്വസിച്ചില്ല. നമ്മളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ, അത്രയും നടനൊക്കെ അല്ലേ. പുള്ളി നിന്ന് കയറി വീണ്ടും കരണക്കുറ്റിക്ക് അടിച്ച് നീര് വെച്ചിട്ട് പോലും കേസ് കൊടുക്കാൻ പോലും പേടിയുള്ള ഒരു മനുഷ്യൻ. നമ്മളന്ന് അവിടെ അന്ന് ആരൊക്കെയാ ഉള്ളത് അന്ന് പറഞ്ഞാ വക്കീലുണ്ടാകുന്നു. വക്കീൽ പറഞ്ഞാ ഇത് ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി ചെയ്തില്ല. അയാൾ അത്രയൊക്കെ ഉള്ളൂ. അയാൾക്ക് അങ്ങനൊന്നും ഇല്ല ഒരു അഡ്വാൻറ്റേജ് എടുക്കാനോ. പ്രത്യേകിച്ച് അതൊരു അഡ്വാൻറ്റേജാ, മനസ്സിലായി. വേറൊരാളാണെങ്കിൽ അത്രയും ഗ്യാരണ്ടി കൊടുത്തിട്ട് പ്രൊട്ടക്ഷൻ വരെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. അതൊന്നും വേറെ മറ്റവന്റെ കഴിവൊന്നുമല്ല, അതൊരു കഴിവില്ലായ്മ തന്നെയാ. ആരാട്ടൻ അത്രയും അടി കൊടുത്ത് അറിയാം അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വേറെ തന്നെ അടിച്ചല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം, അവൻ അപ്പൊ തന്നെ കിട്ടി. ഈ പറഞ്ഞവർക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇതിനകത്ത് തിരിച്ചു പണി കിട്ടും, തന്നെ കിട്ടിക്കോളും. കാരണം അവർക്ക് ആ ഒരു നശിക്കാൻ പോകുന്നതിന് മുമ്പുള്ള നാശത്തിലേക്ക് അതിന്റെ പോക്കെന്ന് പറഞ്ഞില്ല. അതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന പണികളാ ഇവിടേക്ക് എല്ലാം. എന്തിനാണ് എന്നെയൊക്കെ ചൊറിയേണ്ട കാര്യം എന്തുവാ? അത് കൊള്ളാം. എടേ നമ്മൾ എന്താ പറഞ്ഞത്, അവർക്കും കൂടെ പ്രേരമുണ്ട് ഒരു വിധത്തിൽ നോക്കിയാ. ശരിക്കും ഈ ആരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് ആലോചിച്ചിട്ടൊന്ന് മാറ്റി ട്രാക്ക് മാറ്റിയാൽ തന്നെ അവർ രക്ഷപ്പെട്ടു, മനസ്സിലായോ? ഇവരോടൊന്നും വിരോധം ഉള്ളതുകൊണ്ടാണോ പലതും പറയുന്നത്? അതുമല്ല. പക്ഷെ പറയുമ്പോ ഞാൻ പക്ഷെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് ഇവരെല്ലാം പറയും തെറി തെറി തെറി. ഈ മയിരെന്ന് പറയുന്നത് അത്ര വലിയ തെറിയല്ല. മയിരെന്ന് ഒരു മനുഷ്യൻ കേരളത്തിൽ പറയാത്ത ഒരു ദിവസമുണ്ട്. എവിടെയെങ്കിലും പറഞ്ഞു പോകത്തില്ല. നമ്മള് വണ്ടി എടുത്തിറങ്ങിയാൽ പറയേണ്ടി വരും, വീട്ടിൽ ഇരുന്നാ പറയേണ്ടി വരും. ചുമ്മാ കാലൊന്നും നട്ടപ്പോ മയിരുന്നാ പറയുന്നത്. പിന്നെ ഇവര് ഔദ്യോഗികമായിട്ടുള്ള ഒരു മാറിക്കഴിഞ്ഞ് അത് സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് ഇത് വേറെ ഒരു നിവൃത്തി ഇല്ലാതെ കുറെ എണ്ണം ഇതും പറഞ്ഞ് ഞാൻ ഭയങ്കര തെറുവിളിയാന്ന് പറഞ്ഞ ഒന്നും അതാവത്തില്ല, മനസ്സിലായോ? എല്ലാരും പറഞ്ഞു അവന്റെ ഭാഷ ശരിയല്ല, ബാക്കി പറഞ്ഞതൊക്കെ ശരിയാണ്. അതുകൊണ്ടല്ല, അത് പൂർണ്ണമായിട്ടും കൊണ്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ചിലത്. അപ്പോൾ അതിനകത്ത് ഒരേ ഒരു സാധനം അവരെടുക്കുന്നത്. പലതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കണ്ടന്റിനകത്ത് ആകെ അവർ ഈ ഒരു സ്ഥലത്ത് മാത്രം പിടിച്ചായി കളിക്കുന്നത്, മനസ്സിലായോ? അന്നുള്ള വിഷയത്തിൽ ഇത് തന്നെയാ പറയുന്നത്. മരുന്ന് കേട്ടെന്ന് ഞാൻ ചോദിക്കുന്നതല്ല, ഈ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലെടുത്ത് വന്ന് പറയുക ഇമാരെ ആരൊക്കെ ഇപ്പൊ കേട്ടല്ലോ, എല്ലാത്തിനും കിട്ടിയല്ലോ, വന്നിട്ട് പറയാ മരുന്ന് പറഞ്ഞ ശരിയായില്ല, ബലാത്സംഗമൊക്കെ ഓക്കെ. അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഡെയിലി നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു പ്രിവിലേജ് എന്താ മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുന്ന സാധാരണക്കാരാണെങ്കിൽ എപ്പോ അറസ്റ്റ് ചെയ്യുന്നു അതാ നമ്മൾ ഡെയിലി ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ മരുന്നൊന്നും അങ്ങനെ ഞങ്ങൾ പറയാറില്ല, മനസ്സിലായോ നിനക്ക്? മരുന്ന് പറയുന്നത് ഭയങ്കര, മനസ്സിലായോ, പ്രശ്നമാ. അങ്ങനെയൊക്കെ കേരളത്തിൽ പറയാവോ? എങ്ങനെ ഇരിക്കുന്നു മരുന്ന് പറഞ്ഞു? തീർച്ചയായും. നന്ദി. ഓക്കെ, ബൈ.